നമ്മുടെ കഥാസാഹിത്യത്തിൽ ആത്മാർത്ഥതയുള്ള ശബ്ദം വളരെ അപൂർവമായി കേൾക്കാനാവും. അപൂർവത സൃഷ്ടിക്കുന്ന ആഹ്ലാദമാണ് ഇക്ബാൽ റീമസ് എഴുതിയ പുതപ്പ് എന്ന കഥാസമാഹാരം. പുതപ്പ് എന്ന കഥാസമാഹാരത്തിൽ 6 കഥകളാണ് ഉൾക്കൊള്ളുന്നത്. പുതപ്പ്, നെരിപ്പോട്, നമുക്ക് ചുറ്റും, വിശപ്പ്, ചിത്രപ്പെട്ടിയുടെ മുന്നിൽ, നിയോഗം എന്നിങ്ങനെ. പുതപ്പ് എന്ന ഈ പുസ്തകം ഇറങ്ങിയ കാലത്ത് പ്രമുഖ പത്രങ്ങളിലെല്ലാം മികച്ച കഥാസമാഹാരം എന്ന മുദ്ര കുത്തിയിരുന്നു. ഈ കൃതിയുടെ കോപ്പികൾ ലഭ്യമാവാതിരുന്നതിനാലാണ് 2ാം പതിപ്പിന് ഇത്രയും കാലതാമസം നേരിട്ടത്. വിശപ്പ് എന്ന കഥയിലൂടെ സഞ്ചരിക്കുമ്പോൾ കഴിക്കാൻ വിളമ്പി വെച്ച ഭക്ഷണം തട്ടിമറിച്ചോടുന്ന പൂച്ചയെയാണ് ഇവിടെ ആസ്പദമാക്കുന്നത്. വിശന്നിട്ടാണല്ലോ ആ പൂച്ചയും ഓടുന്നത് എന്ന്. നമ്മുടെ കഥാകാരൻ അങ്ങനെയൊരു പൂച്ചയുടെ കൂടെ ഓടാനുണ്ടായ സാഹചര്യമാണ് വിശപ്പ് എന്ന ഈ കഥയിലൂടെ കാണിക്കുന്നത്. ചിത്രപ്പെട്ടിയുടെ മുന്നിൽ എന്നൊരു കഥയുണ്ട്. താൻ അത്രയും കാലം ജീവിച്ച വീട് അവസാന സമയത്ത് വിട്ടിറങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെ വീട് വിട്ടിറങ്ങുന്ന അയാൾ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് തൻ്റെ ചിത്രപ്പെട്ടിയാണ്. മെല്ലെ അയാൾ ആ ചിത്രപ്പെട്ടിയുടെ അടുത്തെത്തി ആ പെട്ടിയിൽ ഒരു ചിത്രമായി മാറുന്ന കഥയാണ് ഇതിൽ പരാമർശിക്കുന്നത്. നിയോഗം എന്ന കഥയിൽ മരിച്ചിട്ടും മരിക്കാതെ കാത്തിരിക്കുന്ന അവകാശങ്ങളെ കുറിച്ചാണ് പറയുന്നത്. നിത്യജീവിതത്തിൽ നമ്മൾ കാണുന്ന സാധാരണക്കാരായ മനുഷ്യരുടെ കഥകളാണ് ഇക്ബാൽ റീമസ് പുതപ്പ് എന്ന ഈ പുസ്തകത്തിലൂടെ നമുക്ക് മുന്നിൽ വ്യക്തമാക്കുന്നത്. പുതപ്പ് എന്ന ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് മലയാള ഭൂമി ബുക്സ് ആണ്.